ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ഭയങ്കര ക്ഷീണം വരിക, മസിൽ ക്രാംസ് വരിക, തരിപ്പ് വരിക, ഹാർട്ട് റേറ്റ് ഹൃദയമിടിപ്പ് വല്ലാണ്ട് കൂടുന്ന അവസ്ഥ, ഇത് ഹൈപ്പോകലീമിയ എന്ന കണ്ടീഷൻ ആവാം. ഇത് ബ്ലഡിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുന്ന അവസ്ഥ. ഒരു ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്കിത് കൺഫേം ചെയ്യാം. ഒപ്പം ഈ പറഞ്ഞ എല്ലാ സിംറ്റംസും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പൊ കുറെ നേരമായിട്ട് വൊമിറ്റ് ചെയ്യുക, അങ്ങനത്തെ കണ്ടീഷനിൽ തന്നെ നമ്മുടെ ബ്ലഡിലെ സോഡിയം പൊട്ടാസ്യം അളവുകൾക്ക് വേരിയേഷൻ സംഭവിക്കും. ഒപ്പം ഡയറോട്ടിക്സ് പോലത്തെ മെഡിസിൻസ് കുറെ നാളായിട്ട് എടുക്കുന്നവർക്ക്, പിന്നെ ഈ പറഞ്ഞ വൊമിറ്റിംഗ് ഡയറി ഒക്കെ ഉള്ളവർക്ക് പൊട്ടാസ്യത്തിന്റെ അളവ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഡൗട്ട് വരാം, ഡെയിലി ലൈഫിൽ സോഡിയം പൊട്ടാസ്യത്തിന്റെ അളവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. ഡേ ടു ഡേ കഴിക്കുന്ന ഒരുപാട് ഫുഡ്സിൽ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ അയോൺസ് പ്രസന്റ് ആയിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടും ഫിഷസ്, നമ്മൾ ഒരുപാട് കഴിക്കുന്ന മീനുകളിൽ ടെൻഡർ കോക്കനട്ട്, കരിക്ക്, അവക്കാഡോ പോലത്തെ ഫ്രൂട്ട്സ്, തൈര് കുടിക്കുക, ബനാന, ഇങ്ങനെ ഒരുപാട് ഫുഡ്സ് നമ്മൾ ഇതിന് ഹെൽപ്പ് ചെയ്യും. പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് ഒരു നല്ല ഓപ്ഷൻ ആണ്. പക്ഷെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഒരിക്കലും ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പറയാൻ പറ്റില്ല. സോ വി ക്യാൻ ഹാവ് സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ് കഴിക്കാം.